എനിക്ക് പിജിയും കൂടി ചെയ്തിട്ടൊക്കെ മതി എന്നായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് 2 പേർക്കും ഞങ്ങളെ കെട്ടിച്ചേ മതിയാവുള്ളൂന്നായി. അവസാനം ഞങ്ങളും കെട്ടി. ചേട്ടന്റെ വീട്ടുകാരല്ല അടിച്ചത്. ചേട്ടന്റെ വീട്ടുകാർ അടിച്ചില്ല. ചേട്ടന്റെ വീട്ടുകാർ അടിച്ചേ ഇല്ല. എടാ അത് വിട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്യുവാണെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാർ ആദ്യം ഉപദേശിക്കും. വീണ്ടും നമ്മൾ ആ തെറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അവര് കമ്പെടുക്കും. അതുപോലെ ഉള്ളു. പക്ഷെ തെറ്റല്ല ശരിയാണെന്ന് മനസ്സിലാക്കാൻ അവർക്കും ടൈം എടുക്കും. ഈ ചെയ്യുന്നവർക്കും ടൈം എടുക്കും. അത്രേ ഉള്ളൂ. അങ്ങനേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാ റിലേഷനിലും ഉണ്ടായിരിക്കുന്നതാണ്. ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അല്ലാതെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിൽ കുറച്ച് ചുരുക്കം മാത്രമേ ഉള്ളാവൂ. സിജിന, ഹായ് സിജിന. കമ്പെടുത്താണോ അടിച്ചത്? കമ്പെടുത്തല്ല അടിച്ചത്. കമ്പെടുത്തേ അല്ല. കമ്പ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കമ്പെന്ന് പറയാൻ പറ്റത്തില്ല അത്. അല്ലാതെ കൈകൊണ്ടൊക്കെയാണ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുള്ളത്. എടി നീ മായാവി തന്നെയാണോ? കാരണം മായാവി ഇങ്ങനെയുള്ളതൊന്നും വന്ന് ഡയലോഗ് അടിക്കാത്തയാണല്ലോ. എന്തായാലും ഇവിടെ തട്ടുകട തുടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഞങ്ങളുടെ അവിടത്തെയും ഇതുപോലെ ആണ്. അതാ ചോദിച്ച. ഞങ്ങളുടെ അവിടെയും ഇതുപോലെ ആണെന്നോ? എടാ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻ സീരിയസ് ആണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സമയം നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളെ കൈപിടിച്ച് കൊടുക്കും. അതാണ് ഞങ്ങൾ അറിയാവുന്നവർക്ക് എല്ലാവർക്കും പറയും. ഒരു കാരണവശാലും ഈ റിലേഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഞങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് കൈ പിടിച്ച് തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ കെട്ടത്തില്ല. എത്ര നാൾ മുന്നോട്ട് പോകുന്നു അത്രയും നാൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ രണ്ടുപേർക്കും മനസ്സിലായ അവസാന നിമിഷം വരെയും. അതുകൊണ്ട് ഇപ്പോഴും ഇതാ ഇവിടെ നിൽക്കുന്നു. ശരിയാവും. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എടുത്തു ചാടി ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മള് ചെയ്യുന്നത് നിനക്ക് ഒട്ടും പറ്റത്തില്ലേ ഞാൻ ഒരിക്കലും പറയത്തില്ല. പുല്ല് നിർത്തടേ. എന്ത് സ്വഭാവോടെ. ഞാൻ ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ മഹാന് പഴയ കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നത് കൊണ്ടും ചില സാങ്കേതിക വിധി ആയതുകൊണ്ടും ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നതാണ്. മൊയ്തീൻ വൈബ് ഒക്കെ തന്നെയായിരുന്നു. കാരണം ഇടയ്ക്ക് വെച്ച് ലെറ്റർ കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. പാവത്തിരി ഇപ്പൊ അത് പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. സങ്കടം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹരിക്ക്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. ബ്രോ ഡാൻസ് തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. ആ ചിരി കണ്ടാ മനസ്സിലാവില്ലേ? അതാണ് ബ്രോ ഇത്ര ഇരുന്നിട്ട് ഞെരിപ്പിരി കൊള്ളുക. ബ്രോ പോയി. ആരോ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. മേ ബി അതിന് പോയതായിരിക്കും. ശ്രീജു എന്തായാലും നമ്മുടെ നൈറ്റ് ലൈവില് കേറണം. ഞങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ ഒരാളുണ്ടല്ലോ, അതായത് മെയിൻ ഹെഡ് അറിയാൻ പറ്റുമോ നോക്കട്ടെ. ഹരി എം വി ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ അത് ബ്ലോക്ക് ആക്കല്ലേ. ബ്ലോക്ക് മാറ്റി. ഹരി എം വിക്ക് ചിലപ്പോൾ ഇത് വിഷമമായിരിക്കും. കാരണം പോട്ടെ, സാരമില്ല. സങ്കടമൊന്നും ഇല്ല എനിക്ക്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചൊറിയുന്നത് തന്നെ ഇതൊക്കെ. പോയോ എല്ലാരും? ഹലോ, ആരുമില്ലേ? ഞാനുണ്ടാ? എവിടെ പോയി? ആരാണ് വന്നത്? കൊച്ച് ഏതാണ് അവള്? കൊച്ചു പോയി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു കൊച്ചു വന്നോണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ആരുമില്ലേ ഗൈസ്? എല്ലാരും പോയോ? നിങ്ങൾ ആരും കമന്റ് ചെയ്യാനില്ലെങ്കിൽ ഞങ്ങൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും.